സ്വവർഗ കൂട്ടായ്മകളെ വിവാഹമായി ആശീർവദിക്കാൻ കഴിയില്ലെന്ന് വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം. തിരുസഭയിൽ സ്വവർഗ വിവാഹങ്ങൾ ആശീർവദിക്കരുതെന്നും അതിനായി പ്രാർത്ഥനകളോ പൊതുരീതികളോ പാടില്ല എന്നും വിശ്വാസ തിരുസംഘം പുതിയതായി പുറത്തുവിട്ട രേഖയിൽ എടുത്തു പറയുന്നു. സ്വവർഗ കൂട്ടായ്മകളെ കൂദാശയായോ കൂദാശകളുടെ അനുകരണമായോ അനുവദിക്കില്ല എന്നും പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിലെ ആശീർവാദം ദൈവസ്തുതിക്കും മാനുഷിക വിശുദ്ധിക്കും വേണ്ടി ഉള്ളതാണെന്നും തിരുസംഘത്തിന്റെ വിശദീകരണത്തിലുണ്ട്. വിവാഹമെന്ന കൂദാശയിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ വേർപെടുത്താൻ സാധിക്കാത്തതും അഭേദ്യവുമായ ബന്ധമുണ്ടെന്നും അത് ജീവദായകമാണെന്നും ഈ രേഖ ആവർത്തിക്കുന്നു. ഇത്തരമൊരു ബന്ധത്തോട് സാമ്യമുള്ള ഒരു ബന്ധമായി ഒരിക്കലും സ്വവർഗ കൂട്ടായ്മകളെ കാണാനാകില്ല. വിശ്വാസ തിരുസംഘത്തിന്റെ ഈ പ്രതികരണം ആരോടുമുള്ള വിവേചനമല്ലെന്നും വിശദീകരണത്തിൽ എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ നൽകുന്ന പ്രബോധനങ്ങൾ അനുസരിച്ച് സ്വവർഗഭോഗം മാരക പാപമാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു TV ഇന്റർവ്യൂവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗ സിവിൽ യൂണിയനുകൾക്ക് സിവിൽപരമായ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്ന് എടുത്തു പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് സ്വവർഗ വിവാഹങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പ തന്റെ പിന്തുണ അറിയിച്ചു എന്ന നിലയിലുള്ള പ്രചാരണം മാധ്യമങ്ങളിൽ വളരെ ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തെക്കുറിച്ച് വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ പുതിയ പ്രതികരണം. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സോദോം ഗൊമോറ നഗരങ്ങളെ തീയിറക്കി നശിപ്പിക്കാൻ ഇടയായതിന്റെ പ്രധാന കാരണം അവിടെ നിറഞ്ഞു നിന്നിരുന്ന സ്വവർഗ ലൈംഗികത എന്ന മ്ലേച്ഛതയായിരുന്നു. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് സ്വവർഗഭോഗികൾ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ദൈവവചനം നൽകുന്ന ഈ താക്കീതുകൾക്ക് വിരുദ്ധമായ ചിന്തകൾ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നതാകാം വിശ്വാസ തിരുസംഘത്തെ ഈ വിഷയത്തെക്കുറിച്ച് പുതിയൊരു രേഖ പുറപ്പെടുവിക്കാൻ പ്രേരണയായത്.